ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദേ ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. 55 വർഷം പഴക്കമുള്ള എൻ്റെ വീടാണിത്. അപ്പം അങ്ങനെ ഉദ്ദേശിച്ച് കാണാം, അല്ലാണ്ട് പുതിയ ടെക്നിക്ക് മോഡലൊന്നും ഇവിടെ ഉണ്ടാവില്ല. ചിലയിടത്ത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കണ്ടതാണ് നമ്മളെ റോഡ്. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇങ്ങനെ വരിക. ഇതാണ് ഫ്രണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് രണ്ട് മുകൾ ഭാഗമുണ്ട്. അതായത് നമ്മൾ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞാൽ തട്ടിൻ്റെ മുകളിൽ ഒന്ന് കൊലായിൽ കയറുന്നിടത്തും ഒന്ന് ഉള്ളിലെ റൂമിലുമാണ് കേട്ടോ. അപ്പം എനിക്കങ്ങനെ ഹോം ടൂർ വീഡിയോ എങ്ങനെ എവിടുന്ന് എടുക്കണ്ടേന്നൊന്നും അറിയൂല. അപ്പം ഞാനങ്ങനെ ഹോം ടൂർ വീഡിയോ ഒന്ന് ആദ്യമായിട്ടാണ് ചെയ്യണത്. ആദ്യമായിട്ട് എൻ്റെ ഈ ചാനലിൻ്റെ എൻ്റെ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആണ് ഞാൻ ചെയ്യണത്. ഇനി നിങ്ങൾ ഉണ്ടാക്കിയ ഞങ്ങളെ പുതിയ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ഞാൻ ചെയ്യേണ്ടത്. അപ്പം ഇത് എൻ്റെ വീടിൻ്റെ പുറകുവശമാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ഇങ്ങോട്ട് അറിയില്ല, എന്നാലും എനിക്കറിയുന്ന രീതിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. പുറകുവശം ഒന്നും നോക്കണ്ട, ഫുള്ള് മരങ്ങളൊക്കെ ആയതുകൊണ്ട് ചപ്പും ചവറൊക്കെ ഉണ്ടാവും. മടിച്ചു വരായിട്ടൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ അതാണ് ഫ്രണ്ട്. പിന്നെ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് അടുക്കള ഭാഗത്തേക്കാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ട് ഡോർ അങ്ങനെ തുറക്കല്ല, കാരണം ഇവിടെ ഉമ്മ മാത്രമല്ലേ ഉള്ളൂ. അപ്പം അത് വെറുതെ തുറന്നിടലില്ല, അതിങ്ങനെ പൂട്ടിട്ട് വെക്കലാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ അടുക്കളയിൽ കൂടെ കയറും. ആ കാണുന്നത് റോഡാണ് കേട്ടോ. അതൊന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ഇതിൽ വരും. ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നേരെ അടുക്കളയിൽ കൂടെ കയറും. അപ്പം നമുക്ക് നമ്മളെ വീടിൻ്റെ അകമൊക്കെ ഒന്ന് കാണും. അപ്പം ഇതൊരു വർക്ക് ഏരിയ ആണ്. ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ സിങ്കൊക്കെ ആയിട്ട് ഇമ്മ അവിടെ ഓരോ പണിയിലാണ്. ഇതാണ് ഒരു വർക്ക് ഏരിയ. ഇവിടെ ഇങ്ങനെ സിങ്ക് അമ്മിയാണ് കേട്ടോ ഉദ്ദേശിച്ചത്, അമ്മി. അങ്ങനെയൊക്കെ ആയിട്ട് കണ്ടോ, പൊളിഞ്ഞ് ചടാനാണ്. ഓരോ പ്രാവശ്യം ഓരോരോ മഴയത്ത് ഓരോന്ന് വീഴും. അപ്പോൾ അങ്ങനെ ആയിക്കണേ ഇതിൻ്റെ അവസ്ഥ. പിന്നെ ഇതാണ് കിച്ചണും അങ്ങനെ തന്നെയാണ്. അടുപ്പൊക്കെ കണ്ടാൽ പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനെ ആയിരുന്നു കേട്ടോ. ഞാൻ വീണ്ടും പറയണത്, ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണ്. അപ്പം നിങ്ങൾ അങ്ങനെ മാത്രം ഇതിനെ കാണുക. എന്നാലും ഈ വീട്ടിൽ ചൂടുകാലത്തൊക്കെ ഭയങ്കര തണുപ്പാണ്. അതാണ് ഇതിൻ്റെ ഒരു ഇത്. അത് ഏത് വാർപ്പിട്ട വീട്ടിൽ പോയാലും കിട്ടൂലല്ലോ. അപ്പോൾ അത് അടുക്കളയിൽ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചില്ലിൻ്റെ കൂടുകളൊക്കെ ഉണ്ട്, നമുക്ക് പാത്രങ്ങൾ വെക്കാനും. കബോർഡ് എനിക്ക് അതിന് പറയാൻ വേണ്ട, ഇതിനൊക്കെ പറയും ഇങ്ങനെ. പിന്നെ ഇത് നമ്മളിങ്ങനെ കയ്യിലൊക്കെ തൂക്കിയിടാൻ, സ്പൂണൊക്കെ തൂക്കിയിടാനുള്ളൊരു സാധനമാണ് അത്. പിന്നെ അത് ഇവിടെയുണ്ട് കുപ്പിയും പാത്രമൊക്കെ വെക്കാനുള്ളൊരു സ്പേസ്. കിച്ചണിൽ അത്യാവശ്യ സൗകര്യം ഉണ്ട് കേട്ടോ, വലിയ കിച്ചണൊക്കെ തന്നെയാണ്. അപ്പം ഇതാണ് കിച്ചൺ. കണ്ടോ, ഇവിടെ ഒരു കയ്യിലൊക്കെ തൂക്കിയിടുന്ന സുനുണ്ട്. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട. പിന്നെ നമ്മൾ കിച്ചണിൽ നിന്ന് നേരെ കയറുന്ന ഇങ്ങനൊരു ഹാളാണ്. ഈ ഹാള് ഇങ്ങനെ കണ്ടോ, ഇവിടെയും എൻ്റെ സാധനമൊക്കെ ഉണ്ട്. ഇതിനെന്താ പറയുക പഠിച്ചോനെ, ഞാൻ മറന്നുപോയി. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ കൊലായി നമ്മളെ റൂം, അങ്ങോട്ടൊക്കെ റൂമാണ്. പിന്നെ ഇവിടെയാണ് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത്. ഈ ഫ്രിഡ്ജ് കയറിയിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് പോയാൽ ഈ വാതിൽ തുറന്നാൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പുറകുവശത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് എത്തും. അതായത് ഇവിടെ കിണറൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മളെ കിണർ. 2 കിണറുണ്ട്. ഒന്ന് ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പിന്നെ ഒന്ന് ഇതിലാണ് നമ്മൾ കുടിക്കാൻ വെള്ളം എടുക്കുന്നത്. അത് നമ്മൾ തോട്ടം നനയ്ക്കുന്ന ഒരു കിണറാണ്. പിന്നെ ഇതാണ് നമ്മളെ ബാത്റൂം കേട്ടോ. പുറത്തെ ബാത്റൂമും കുളിമുറി ഇതാണ്. ഇവിടെ 2 ഉണ്ട്. പിന്നെ അങ്ങ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതാണത്. പിന്നെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഇത് നമ്മൾ പുറത്തുനിന്ന് തുറക്കല്ല, അകത്തുനിന്നാണ് തുറക്കുന്നത്. ഇപ്പോൾ അത് യൂസ് ആക്കലില്ല, കാരണം അത് ബ്ലോക്കാണ്. അതുകൊണ്ട് നമ്മളത് യൂസ് ആക്കില്ല. പിന്നെ നമ്മൾ അവിടെ കുറേ ചകിരിയും തേങ്ങയും വിറകും കണ്ണിക്കണ്ട സാധനങ്ങളൊക്കെ കുത്തി അരച്ച് വെച്ചിട്ടുണ്ട്. കുറേ പഴയത് ആൾക്കാർക്ക് കൊടുക്കാൻ, ചിരട്ട, ചകിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ അങ്ങനെ പഴയതാട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിട്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് തരണം, ഉമ്മ ചിലപ്പോൾ എന്നെ തല്ലും. ഒന്ന് വൃത്തിയാക്കാണ്ട് എടുത്തിന് ഒക്കെ ചോദിക്കും. നമുക്കറിയില്ല ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടാ. ഞാൻ എപ്പോഴും ഫോൺ പിടിച്ചെടുക്കുന്നതുകൊണ്ട് അങ്ങനെ വിചാരിച്ചുള്ളൂ. ഇത് കാണുമ്പോൾ എന്തെങ്കിലും പറയണാവോ. അപ്പോൾ ഇതാണ് നമ്മളെ വീട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫ്രിഡ്ജിൻ്റെ റൂമിൽ തന്നെ വരിക. വന്നിട്ട് നേരെ ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ ചെറിയൊരു ഇടനായികയാണ്, അങ്ങനെയാ പറയാ തോന്നുന്നു. ഇടനായിക എന്ന് തന്നെ പറയാം. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് ഒരു ഇടനായിക. പിന്നെ ഇതൊരു ചെറിയ റൂമാണ്.
ഇതിൻ്റെ അനിയൻ്റെ റൂമായിരുന്നു കേട്ടോ. ഇതും ഏതാണ്ട് പൊട്ടിപ്പൊളിഞ്ഞങ്ങ് എത്തിയാണ്. ഇപ്പം അവനിവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ആരും കിടക്കലില്ല. എന്നാലും ഞാൻ ചെല്ലുമ്പോൾ ഞാനെല്ലാം തട്ടിക്കൊട്ടി അടിച്ചു വരും. വാതിലിൻ്റെ ഓരോ ഭാഗങ്ങൾ പോന്നിട്ടുണ്ട് കേട്ടോ. കണ്ടു ഒരു കഷ്ണം ഇവിടെ കിടക്കുന്നു. അപ്പോൾ അതാണ് ഈ റൂമിൻ്റെ അവസ്ഥ. പിന്നെ ഇതിൻ്റെ കുറ്റിയും കുളത്തൊക്കെ ഇങ്ങനത്തെ ഒരു കുളത്താണ്, പണ്ടക്കത്തെ കുളത്തല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇടനായകൻ്റെ ഇവിടെ പിന്നെ ഫുൾ മച്ചാണ് കേട്ടോ എല്ലാ റൂമിലും. കൊലായിലൊന്നും ഇല്ലെങ്കിലും ബാക്കി റൂമിലൊക്കെ അങ്ങനെ മച്ചുണ്ട്. പിന്നെ ആ റൂമിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കിടക്കുക. ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഇത് കൊലായിലേക്ക് കയറാനുള്ള ഒരു വാതിലാണ്. ഇത് നമ്മളങ്ങനെ തുറക്കല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഇതിങ്ങനെ ഒരു ഇടനായിക എന്നൊക്കെ തന്നെയാണ് ഇതിന് പറയുക. പണ്ടക്കത്തെ വീടാണല്ലോ. പിന്നെ ഇത് നമ്മളെ കോണിപ്പടി, മരത്തിൻ്റെ കോണിപ്പടിയാണ്. അങ്ങോട്ട് കയറിയാൽ തല ഇറങ്ങും, കാരണം അജാതി കുത്താനുള്ള ഒരു കോണിപ്പടിയാണ്. എന്നാലും ഞാൻ വലിഞ്ഞ് കയറും കേട്ടോ, വേറെ കാര്യം. പിന്നെ ഇത് റൂമും ഇവിടെ അമ്മയും അനിയത്തിയൊക്കെ കിടക്കും. അപ്പോൾ ഇതാണ് അവരുടെ റൂം. ഞാൻ ഒക്കെ വിരിച്ചിട്ടിട്ട് പോയാലും എൻ്റെ മക്കൾ ഇവിടെ ഉള്ളതുകൊണ്ട് എല്ലാം കുത്തിപ്പരത്തിയിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് വെച്ചാണ്. ചീത്ത അറിയുമ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ട് പോണാണ്. അപ്പം ഇതാണ് ഒരു റൂം. ഇവിടെ നിന്ന് അനിയത്തി പെയിൻ്റ് അടിച്ചാണ്. ഇത് അവളെ റൂമായിരുന്നു കേട്ടോ. അവളും ഇപ്പോൾ ഇവിടെ ഇല്ല, എറണാകുളത്താണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഉമ്മ കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഞാനിങ്ങനെ ഓരോരോ എനിക്കിങ്ങനെ കാണിക്കാൻ അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. പിന്നെ ഇതാണ് നമ്മളെ മുകൾ ഭാഗം. എന്നാലും ഞാൻ വലിഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ. റൂമൊന്നും തുറക്കൂല, കാരണം ഇതൊക്കെ തുറന്ന് ഞാൻ തുമ്മി ചാവും. കാരണം എനിക്കൊരു തുള്ളി പൊടി ഉണ്ടായാൽ ഞാൻ തുമ്മി ചാവും. കാരണം ഇമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് ഇമ്മ ഇങ്ങോട്ടൊന്ന് വലിഞ്ഞ് കയറിയിട്ട് അങ്ങനെ അടിച്ചൊന്നും വാരൂല. നമ്മളെല്ലാവരും വരുന്ന സമയത്ത് മാത്രം ഇവിടെ തട്ടിക്കൂട്ടലും അടിക്കലൊക്കെ. പിന്നെ നോമ്പിനൊക്കെ ഉണ്ടാവും കേട്ടോ, നോമ്പിനൊക്കെ ചെയ്യും. പിന്നെ ഇത് ഓടിട്ടൊരു വീടായതുകൊണ്ട് തന്നെ ഇന്ന് തട്ടിയാൽ പിറ്റേ ദിവസം അതേപോലെ മാറാലും ചെതലൊക്കെ കയറുന്ന ഒരു വീടാണ്. ഓടിട്ട വീട് എല്ലാ വീട്ടിലും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അടിക്കാത്തതുകൊണ്ടാണ് തുടക്കാത്തതുകൊണ്ടൊന്നും പറയണ്ട. ഇനി ഇത്രയും ഇതിലേതാണ്ട് എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഒരു 15 അങ്ങാണ്ട് റൂമുകളൊക്കെ ഉണ്ട്. റൂമും ഇടനായും കൊലായും ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട്. ഇത് മൊത്തമായിട്ട് ഉമ്മ വല്ല ആണ്ടിലൊക്കെ ചെയ്യുള്ളൂ. അടിപൊടിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അതൊന്നും വലിയ കയറി തുറന്നിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ കോണി ഇറങ്ങിയിട്ട് നേരെ ആ റൂമൊക്കെ തന്നെയാട്ടോ വരുന്നത്. നമ്മൾ നേരെ നമ്മളെ റൂമിൽ പോവാം. നമ്മളിവിടെ വന്നാൽ നേരെ പോകണം അങ്ങോട്ടാണ്. ഇനി ഇതാണ് നമ്മളെ കൊലായി. ഇവിടെ 2 കൊലായി ഉണ്ട് കേട്ടോ. കോലായി എന്നൊക്കെ പറയുന്നത് പണ്ടക്കത്തെ ആൾക്കാരാണ്. ഇപ്പോൾ സിറ്റ് ഔട്ടാണ്. പക്ഷെ ഇപ്പോൾ ഇതിനെ നമ്മൾ സിറ്റ് ഔട്ട് എന്ന് പറയില്ലല്ലോ. ഇത് കോലായി തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയാണ്. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ ഗ്രില്ലിട്ടിട്ടുള്ളൊരു കോലായും പിന്നെ അതൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു കോലായിയാണ് കേട്ടോ. ഉണ്ടോ അത്. അപ്പം ഇതിൻ്റെ ഗ്രില്ലൊക്കെ തുരുമ്പായിട്ടുണ്ട്. പിന്നെ ഇതും റൂമാണ്. ഇതിപ്പോൾ ഉമ്മ നമ്മളെ പുതിയ വീട്ടിൽ ഓരോ സാധനങ്ങൾ മേടിച്ച് ഇങ്ങനെ നിറച്ച് വെക്കുകയാണ്. ഈ കാണുന്ന പെട്ടിയിലും ചാക്കിലൊക്കെ പുതിയ വീട്ടിലേക്കുള്ള ഓരോ കുപ്പിയും പാട്ടകളൊക്കെയാണ്. പിന്നെ ഇതാണ് നമ്മളെ റൂം. ഇത് നമ്മൾ ആ പുറത്തെ ഓപ്പൺ ആയിട്ടുള്ള കോലായിൻ്റെ വാതിലാണ്. ഇത് നമ്മൾ തുറക്കലൊന്നുമില്ല, കാരണം അപ്പുറത്ത് ഇതിട്ടിച്ചാണ്. എന്താണ് പൂട്ടിയതാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അമ്മ മാത്രമേ ഉള്ളതുകൊണ്ടൊന്നും അങ്ങനെ എല്ലാ റൂമും അങ്ങനെ യൂസ് ആക്കല്ല. ഇതൊക്കെ ഞങ്ങൾ വരുമ്പോൾ നമ്മൾ തുറന്നിട്ട് ഇതാക്കണതാണ്, അല്ലാതെ ഇമ്മ അതൊന്നും എടുക്കലില്ല. പിന്നെ ആ അകത്തെ ബാത്റൂം കിടന്നുകൊണ്ട് ഇവിടെ ഒരു പുറത്തല്ല അകത്തന്നെ ഒരു ബാത്റൂം ഉണ്ടാക്കിയിട്ടുണ്ട്, പുതിയ ബാത്റൂം. അപ്പോൾ ഇത് പിന്നെ അകത്ത് ഈ നമ്മളെ റൂമിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ അതും പിന്നെ ഇതാണ് നമ്മളെ റൂം. എൻ്റെ മോന് ഇവിടെ വന്നാലേ ഉറക്കം വരുള്ളൂ. ഈ റൂമിൽ തന്നെ ഓനക്ക് കിടക്കണം, വേറെ ഏത് റൂമും എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇത് പിന്നെ ഓനുള്ള തലേന്നെല്ലാം കൊടുത്തിട്ട് ലൈറ്റും ഫാനും ഇടാൻ വേണ്ടിയിട്ട് അട്ടിച്ചത്. അപ്പോൾ ഇതാണ് നമ്മളെ റൂം. ഇവിടെ മച്ചാണ്. പിന്നെ ഇതൊരു റൂമാണ്, ചെറിയ റൂമാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്, എന്താ പറയുക, കബോർഡ് പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ തുറക്കാൻ പറ്റാത്തത് ഇതിലിങ്ങനെ ഒരു പടി ഇട്ടിട്ടുണ്ട്. അതൊക്കെ റിസ്ക് പിടിച്ച് തുറക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ തുറക്കാത്തത്. അപ്പോൾ ആ റൂം ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഈ റൂമും ഈ ഒരു കോണിയാണ് കേട്ടുള്ളത്.
ഈ കോണി ഭയങ്കര കുത്തനെ കോണിയാണ്, നമ്മളിങ്ങോട്ടൊന്നും കയറലില്ല. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിഞ്ഞ് കയറുന്നുണ്ട്. ഇത് അങ്ങനെ റൂമല്ല, ഇത് വലിയൊരു ഹാളാണ് കേട്ടോ. ഈ ഹാളും നമ്മളെങ്ങനെ യൂസ് ആക്കലില്ല. ഈ പറഞ്ഞാൽ വല്ല കല്യാണം കളിയാട്ടൊക്കെ വരണം ഇവിടെയൊക്കെ യൂസ് ആക്കണമെങ്കിൽ. അതാണ്ട് അതിങ്ങനെ വലിയൊരു ഹാളാണ്. ഇവിടെ കട്ടിലുണ്ട്, ഫാനുണ്ട്, രണ്ട് കസേല ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പം ഇവിടെ വല്ലപ്പോഴൊക്കെ നമ്മൾ അട്ടിത്തൊട്ടി വൃത്തിയാക്കും. പിന്നെ ജനാൽപ്പുള്ളിയൊക്കെ പോകുന്നതാണ് അവിടെ, അതൊക്കെ നമ്മൾ അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൽ ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണ്. ഓരോ പ്രാവശ്യം മഴ പെയ്യുമ്പോഴും നമുക്ക് ഓരോന്ന്, ഇപ്രാവശ്യത്തെ മഴയിൽ നമ്മളെ മതിലൊക്കെ പൊളിഞ്ഞാടിയുണ്ടായി. പൊളിഞ്ഞ് ചാടി എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞാടിയെന്ന് നമ്മളിവിടെ മലപ്പുറംകാരങ്ങനെ പറയുന്ന കേട്ടോ, പൊളിഞ്ഞ് വീണ്. അങ്ങനെ ഈ കോണി ഇറങ്ങുമ്പോഴും സൂക്ഷിച്ചും കൊണ്ട് ഇറങ്ങണം. ഭയങ്കര കുത്തനെയുള്ള കോണി തന്നെയാണ്. പിടിച്ചിറങ്ങിയിട്ടില്ലേ തലയും കുത്തി താഴെ കിടക്കും. അപ്പോൾ ഇതാണ് നമ്മളെ ഹോം ടൂർ വീഡിയോ. ഞാൻ എനിക്കറിയാവുന്ന രീതിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക, ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ ഇത് ഈ കിച്ചണിലും ഓരോ പണിയെടുക്കണോണ്ടാട്ടോ ഇങ്ങനെ കിടക്കണത്. അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.